സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. ഇന്റർവ്യൂ കാണുന്നതാവട്ടെ, ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹെലനോസ് പാട്ട ഇപ്പോൾ കുറച്ച് സമയങ്ങളായിട്ട് നമ്മുടെ എയറിലാണ്. അപ്പോൾ ഹെലനോസ് പാട്ട എയറിലാകാനുള്ള കാരണം മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഹെലൻ പറഞ്ഞൊരു കാര്യം, അതായത് ഹെലൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി. അങ്ങനെ പോലീസ് ചേസ് ചെയ്തിട്ടാണ് ഇവരെ പിടിച്ചത് എന്നാണ് വാർത്തകളിലൊക്കെ പറയുന്നത്. അപ്പോൾ ഹെലൻ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ മദ്യപിച്ചിട്ട് തന്നെയാണ് വണ്ടി ഓടിച്ചതെന്നും. പക്ഷേ പോലീസിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്തുകൊണ്ടാണ് വണ്ടി സ്പീഡിൽ ഓടിച്ചു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ വെട്ടത്തിൽ എന്നെ കണ്ടിട്ട് ഫോട്ടോയൊക്കെ എടുത്താലോ പിന്നെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ആയാലോ എന്നോർത്തിട്ടാണ് അങ്ങനെ പോയത് എന്നാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ കേട്ട് വെച്ചല്ലോ അല്ലേ. ഇനി നമുക്ക് 24 വന്ന ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. ഹെലനോസ് പാട്ട എന്ന അറിയപ്പെടുന്ന ധന്യക്കെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തത്. പ്രദീപ് നാരായണൻ വിവരങ്ങൾ ചേരുകയാണ്. പ്രദീപ്, ഈ കേസിനാധാരമായ സംഭവം എന്താണ്? ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് വാഹനം കൈകാണിച്ചു. പക്ഷേ അമിത വേഗത്തിൽ നിർത്താതെ പോയ വാഹനത്തെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പിന്നീട് പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. അപ്പോൾ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു എന്ന് FIR-ൽ പറയുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചതായി വ്യക്തമായി. പിന്നീട് ഇവരുടെ ഭർത്താവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കേസ് FIR രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അതിന്റെ FIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത്. കാസർഗോഡ് ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ചാണ് ഈ വാഹനത്തെ പോലീസ് പിന്നീട് പിടികൂടിയത്. നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ പുള്ളിക്കാരിനെ പിടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ പുലർച്ചെ 2 മണിക്കാണ്. അപ്പൊ 2 മണിക്ക് വഴിയിലൊക്കെ ഇവരുടെ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ അത്രത്തോളം ആൾക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പൊ പോലീസിനെ കണ്ടിട്ട് ഓടിപ്പോയത് തന്നെ അല്ലേ, ഇങ്ങനെ ഒരു കേസ് വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഓടിച്ചു പോയതല്ലേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ പാതിരാത്രി 2 മണിക്കൊക്കെ ആൾക്കാർ ഇവിടെ കൊച്ചിയിൽ തന്നെ നമ്മൾ 2 മണിക്കൊക്കെ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഒന്നും കാണത്തില്ല. അങ്ങും ഇങ്ങോക്കെ 1-2 ആൾക്കാർ, അത് വെളുപ്പിനെ ഒന്നും അത്ര ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇത് എന്താണെന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇപ്പം ഈ യൂട്യൂബിലൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ കള്ളന്മാർ, അതായത് ഇപ്പം നമ്മളൊരു കൊലപാതകയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, നമ്മളൊരു കൊലപാതകം ചെയ്തിട്ട് വന്നിട്ട് നമ്മൾക്ക് ആ ഒരു കൊലപാതകയെ കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കാനോ ഉള്ള റൈറ്റ് നമുക്കില്ല. സോ നമ്മളൊക്കെ എല്ലാവർക്കും എല്ലാ രീതിയിലും പെർഫെക്റ്റും കാര്യങ്ങളും ഒന്നും ആകാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ചെങ്കിലും ഒക്കെ നമ്മൾ പെർഫെക്റ്റ് ആകാനായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആകുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി ഇതാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതും കുറച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവനെ ഞാൻ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 60-70% എങ്കിലും എനിക്ക് അവനെ ഉപദേശിക്കാനുള്ളൊരു ഇത് എനിക്കുണ്ട്. അല്ലെങ്കിൽ ആ ഒരു 70% എങ്കിലും സത്യസന്ധയാണ് ഞാൻ എന്നുള്ളത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തൊരു സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നുള്ളതിൻ്റെ കാരണം ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. പിന്നെ ഏകദേശം 14,000 ബോട്ട് വരുന്ന 14,000-15,000 ബോട്ട് വരുന്ന പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മളവിടെ ക്യാരി ബാഗിന് 12 റുപ്പീസ് കൊടുക്കണം. ഓക്കെ, ഇത്രയും പൈസയുടെ സാധനവും വാങ്ങിയിട്ട് ഒരു ക്യാരി ബാഗിന് നമ്മൾ 12 റുപ്പീസ് കൊടുക്കണം. ആ 12 റുപ്പീസിന് 2 ബാഗിൽ നമ്മൾ അത്രയും സാധനം വാങ്ങിയിട്ട് 2 ബാഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ മഴക്കാലത്ത് നിങ്ങൾ ഇതുപോലെ കീറി പണ്ടാറടങ്ങിയ ബാഗ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. നമ്മൾ വീട്ടിൽ ഇറങ്ങണത്രേ. കീറി പണ്ടാറടങ്ങുന്ന ഇങ്ങനെയുള്ള ബാഗിന് 12 രൂപയും വാങ്ങിയിട്ട് നിങ്ങൾ എന്താ അടിസ്ഥാനമാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ബാഗ് തരുന്നത്? നമ്മളിപ്പോ കാറിൽ വരുന്നു, ഓക്കെ, പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളടുത്ത സാധനം വാങ്ങിയിട്ട് ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഈ 12 രൂപ എന്തായാലും നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഇനി നിങ്ങൾ എത്ര പൈസ സാധനം വാങ്ങിയാലും പിന്നെ ഈ 12 രൂപയുടെ ക്യാരി ബാഗ്, ഈ പേപ്പറിന്റെ ബാഗ് നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഒന്നും തുണിയുടെ ബാഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് എന്തൊരു ഇതാണിത്. പിന്നെയും പ്രശ്നമുണ്ട്. ഇത് കൊടുക്കുന്നുണ്ട്. ഇതെന്തെന്നത് നാണകനാവുന്നില്ല നിങ്ങൾക്ക്? വെരി ബാഡ്. നമ്മുടെ ഹെലൻ ബസ്സിൽ പോകുന്ന ആൾക്കാർ, അതായത് നമ്മൾ ഈ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പേപ്പർ പോലത്തെ ഒരു ക്യാരി ബാഗാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മളിപ്പോൾ പുള്ളിക്കാരി ഒരു 14,000 രൂപയുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ പേപ്പർ ബാഗ് ഓട്ടോമാറ്റിക്കലി പൊട്ടിപ്പോവും. അതുപോലെ തന്നെ വെള്ളം വീണ് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ അത് കീറിപ്പോകുന്ന ടൈപ്പ് ഓഫ് ബാഗുകളാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരിയൊക്കെ കാറിലൊക്കെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാഗ് കീറിപ്പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സാധനം വാങ്ങിച്ചിട്ട് ബസ്സിൽ കയറി പോകുന്ന ആൾക്കാരുടെ ഒക്കെ അവസ്ഥ, അല്ലെങ്കിൽ
ആ പെട്ടെന്ന് ഇത് കീറിപ്പോവും. അപ്പോൾ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എല്ലാവർക്കും ഒന്നും കാറിൽ വന്ന് അപ്പം ആ ഒരു രീതിയിലാണ് പറയുന്നത്. അത്രയും കൺസേൺ ആണ്, അത്രയും ആൾക്കാരെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ള എന്തൊരു കാര്യത്തിനാണെങ്കിൽ പോലും പോയി വഴക്കുണ്ടാക്കുന്ന, അടി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഹെലൻ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വെള്ളം അടിക്കുന്നതോ അല്ലെങ്കിൽ മദ്യം വലിക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം അടിക്കുന്നതോ ഒന്നും നമുക്ക് അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അടിക്കണോ അല്ലെങ്കിൽ മറ്റുള്ളവനെ അടിക്കണോ അല്ലെങ്കിൽ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അതൊന്നും അതിനെ ഞാൻ വലിയൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ വലിയൊരു സംഭവമാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ വെള്ളം അടിച്ചിട്ട് നമ്മൾ വഴിയിൽ കൂടെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അവിടെ വേറൊരുത്തനും വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരിക്കും. ആ റോഡിൽ നമ്മൾ മാത്രമല്ല വണ്ടി ഓടിക്കുന്നത്, പല ആൾക്കാരും അവിടെ വണ്ടി ഓടിക്കുന്നുണ്ടല്ലേ. അപ്പം ഈ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാത്രം സൂക്ഷിച്ചോടിച്ചിട്ട് കാര്യമില്ല. അപ്പുറത്തൂടെ വരുന്നവന് സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്കും അതിനുള്ള പ്രശ്നങ്ങൾ പറ്റും അല്ലേ. നമ്മൾ മാത്രം സൂക്ഷിച്ച് ഓടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അപ്പുറത്തുള്ളവനും അതുപോലെ തന്നെ ഓടിച്ചാലേ നമ്മുടെ അപ്പം നമ്മൾക്കും നമ്മുടെ ലൈഫാണ്, ലൈഫ് വെച്ചിട്ടുള്ളൊരു കളിയാണ്. ക്യാരി ബാഗ് പൊട്ടിപ്പോകുന്ന പോലെയൊന്നും അല്ല. അപ്പം വേറെ നിങ്ങൾ വെള്ളം അടിച്ചു, നിങ്ങൾക്ക് തോന്നിയ പോലെ വണ്ടി ഓടിക്കുന്നു, പോലീസിനെ കാണുമ്പോൾ ചേസ് ചെയ്ത് പോകുന്നു. പക്ഷേ ആ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആ ചേസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ വിട്ടു പോയിരുന്നെങ്കിലോ ഇല്ലല്ലോ, അങ്ങനെ സംഭവിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ പറയണ്ട. പക്ഷെ ദർ ഇസ് എ ചാൻസ്, റൈറ്റ്? അപ്പം മറ്റുള്ളവൻ്റെ ഒരു ജീവനാണ്, മറ്റുള്ളവരുടെ ഒരിതാണ്. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു പബ്ലിക്കിനോട് ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്. ഇത്രയും ഘോരമായിട്ട് പബ്ലിക്കിലുള്ള സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പം വേറെ ഉള്ളവൻ ചിലപ്പോൾ നമ്മുടെ മണ്ടയിലേക്ക് വരുന്നൊരു സംഭവമാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം അടിച്ചോളുക, വലിച്ചോളുക, എന്ത് വേണമെങ്കിലും ചെയ്തോളുക. പക്ഷേ അടിച്ചിട്ടും വലിച്ചിട്ടും ഒക്കെ വീട്ടിലിരിക്കുക, അടിച്ചിട്ട് വീട്ടിലിരിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് അടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അടിക്കുക, അടിച്ചിട്ട് വീട്ടിലിരിക്കുക. ഈവൻ നിങ്ങൾ മറ്റേ ബിയർ അടിച്ചോ, നിങ്ങളുടെ ഹസ്ബൻഡ് അടിച്ചില്ലേ, ഹസ്ബൻഡിനെ കുറിച്ച് വണ്ടി ഓടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ ആരെങ്കിലും കൊണ്ടുവരിക, അടിക്കാത്ത ആരെങ്കിലും കൊണ്ടുപോവുക. ഞാനൊരിക്കലും എന്താ പറയുക, നിങ്ങളുടെ ആയുസിനും അതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ ഒരു ഇതിനും ഇതാണ്. അല്ലെങ്കിൽ ഇപ്പം ആ ഓപ്പോസിറ്റ് വരുന്നവന് നല്ല ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഫാമിലി ടേക്ക് കെയർ ചെയ്യുന്ന അവനാണെങ്കിൽ നമ്മളായിട്ട് പോയിട്ട് അവന് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ലൈഫ് അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി നിങ്ങൾ ടേക്ക് കെയർ ചെയ്യോ? ഇല്ലല്ലോ. പിന്നെ ഹെലൻ ഇങ്ങനെയാണ് കേട്ടോ. ഹെലൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് കല്യാണിനെയൊക്കെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യും, പ്രൊമോഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനവൻ ചെയ്യുന്നതിനൊരു തെറ്റുമില്ല, മറ്റുള്ളവർക്കെല്ലാം തെറ്റാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കുന്നതും ഭയങ്കര ഒരു രീതിയിലൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഹെലൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള ജാസി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം ഗൈസ്. ഞാനും ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിൻ്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എൻ്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എൻ്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനും ഉപേക്ഷിച്ച് ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ ഒരു വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണിപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ എൻ്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എൻ്റെ ശത്രുവിനൊരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോന് എന്താ പറയുക, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല.
സത്യമാണ് വിജയിക്കുകയുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പറഞ്ഞൊരു പൊന്നുസഖിയൊക്കെ കളിക്കണമെന്ന്, എന്തിന്? അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ്, അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത്, അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എങ്കിലും നിങ്ങളൊക്കെ ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ താഴത്തോട്ടുള്ള വീഡിയോസൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളരെയധികം ജാസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് ജാസി പറഞ്ഞ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ജാസിക്കാണ് സംഭവിച്ചെങ്കിൽ ഇപ്പം തന്നെ ഹെലൻ അതെടുത്ത് ഭയങ്കരമായിട്ട് വീഡിയോ എടുത്തിട്ട് ജാസിനെ 2 തെറിയും പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വീഡിയോസും സംഭവമൊക്കെ ഇപ്പോൾ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ജാസി റിയാക്ട് ചെയ്തിട്ടുള്ളത് വളരെ കൂളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് പുള്ളിക്കാരീനെ അല്ലെങ്കിൽ ജാസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. കാരണം ജാസി അങ്ങനത്തെ ഒരു രീതിയിലല്ല റിയാക്ട് ചെയ്തിട്ടുള്ളത്. പല അതിൻ്റെ അടിയിലുള്ള കമൻസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ജാസി അല്ലായിരുന്നു ഇപ്പോൾ ഹെലനാണ് ഇങ്ങനൊരു സംഭവിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജാസിക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഹെലൻ നല്ല രീതിക്ക് തെറി പറഞ്ഞ് വലിച്ച് കീറി ഒട്ടിച്ച് വെച്ചാണ്. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുന്നേ ജാസി മറ്റേ പ്രോംപ്റ്റ് അടിച്ചിട്ട് ദൈവങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് അടിച്ചിട്ടു. പക്ഷെ അത് അത്ര ആൾക്കാരൊന്നും റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഹെലൻ അത് പെട്ടെന്ന് തന്നെ വന്നിട്ട് ജാസി ഇങ്ങനെ ഫോട്ടോ ഇട്ടു, മറ്റതാണ് മതത്തിൻ്റെ ഇത് കൊണ്ടുവരുവാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോയി. അപ്പം ഒരു ചെറിയൊരു നീക്കം പോലും ജാസിയുടെ സൈഡിൽ നിന്ന് വന്നാൽ ഇപ്പുറത്തിരുന്ന് ഭയങ്കര തെറിവിളിയും സംഭവങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ പറയുന്നൊരു നമ്മുടെ ഹെലൻ കുട്ടിയുടെ കുറച്ച് ഒരു സാധനം കേൾപ്പിച്ചു തരാം കേട്ടോ. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ബാറിൽ ചെറുതായിട്ട് ബാറിൽ നിന്ന് ഇറങ്ങി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയുള്ള രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട്. ഫൈൻ. ഇപ്പം എന്നെ ഒരാളും ഇപ്പം ഇന്റർവ്യൂ കാണുന്നതാവട്ടെ, ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ. രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ പോട്ടെ, എൻ്റെ അച്ഛൻ ഇതുവരെ വെള്ളമടിക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ബിയറിന്റെ കുപ്പി കൈകൊണ്ടെടുത്ത് പോലും ഫോട്ടോ എടുത്തിട്ടില്ല, എൻ്റെ ഡാഡി അടിക്കാറ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു നാക്കിൽ തന്നെയാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഞാനൊരു ഫംഗ്ഷന് പോയായിരുന്നു, ഞാൻ ബിയർ അടിച്ചായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ ഇനിയും പറയുന്നത്. ഈ വെള്ളം അടിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് നമുക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിക്കുന്നത്, കുടിക്കുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയണം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് നമ്മൾ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഹാം ആവരുത്. അതായത് നമ്മുടെ ഒരു നമ്മുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പം അത് ചിന്തിക്കുക. പിന്നെ ഇത്ര ഘോരം സംസാരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് കയറ്റി ഇട്ടതും. അപ്പം ഞാൻ കുപ്പി കണ്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ കസിൻസായിട്ട് കൂടുമ്പോൾ പോലും ഞങ്ങൾ കഴിക്കാറില്ല. ഞാനതുകൊണ്ട് ബിയർ ബോട്ടിൽ വെച്ചിട്ട് പോലും ഫോട്ടോസ് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിനെടുത്തൊന്ന് റിയാക്ട് ചെയ്തത്. ആൻഡ് ഓൾസോ ഈവൻ ഇപ്പം ഞാനാണെങ്കിൽ പോലും റിയാക്ട് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 50% അതിൽ ഒരു സത്യസന്ധത കാണിക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ മാത്രം നമ്മൾ വിതുമ്പി നിൽക്കുമ്പം നമ്മളും കൂടെ ഒന്ന് കറക്റ്റ് ആവുമോ, അല്ലെങ്കിൽ നമ്മളും കൂടെ ഒന്ന് കറക്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്.